വഖഫ് ബിൽ വന്നപ്പോൾ അതിനെ പിന്തുണച്ചവരാണ് കേരളത്തിലെ ക്രിസ്സംഗികളും വളരെയേറെ ക്രിസ്തീയ പുരോഹിതരും. എന്നാൽ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനുള്ള ആദ്യ പടിയാണ് വഖഫ് ബിൽ എന്നും അടുത്തത് ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ബിൽ ആയിരിക്കും എന്നും വിവേകമുള്ളവർ അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ക്രിസ്സംഗികൾക്ക് സംഘികളുടെ സമ്മാനമായി കിട്ടിയിരിക്കുന്ന കാര്യം ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചതാണ്. BJP എന്ന പാർട്ടിയുടെ ഉദയത്തോടുകൂടി മുസ്ലിമുകൾക്കും ക്രിസ്ത്യാനികൾക്കുമെതിരെ ദിനം പ്രതി എന്നോണം ആണ് ഇന്ത്യയിൽ ആക്രമണങ്ങൾ നടക്കുന്നത്. മോദി അധികാരത്തിൽ എത്തിയതോടുകൂടി കഴിഞ്ഞ 11 വർഷങ്ങളായി ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ 10 മടങ്ങായി വർദ്ധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾക്ക് ഒരു പരിധിയുമില്ല. ഇപ്പോഴിതാ ചരിത്രത്തിൽ ഒരിക്കലും സംഭവിക്കാത്ത പുതിയൊരു കാര്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ക്രിസ്ത്യാനികൾ വളരെ പവിത്രമായി ആചരിക്കുന്ന ഓശാന ഞായറാഴ്ച ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചിരിക്കുന്നു. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഓൾഡ് ഡൽഹിയിലെ സെന്റ് മേരീസ് ദേവാലയത്തിൽ നിന്നും സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലേക്ക് ഓശാന ഞായറാഴ്ച കുരിശിന്റെ വഴി ചൊല്ലി പ്രദക്ഷിണമായി എത്തുന്നത് പതിവായിരുന്നു. എന്നാൽ ഈ ഓശാന ഞായറാഴ്ച ഉച്ചയ്ക്ക് നടത്താനിരുന്ന കുരുത്തോല പ്രദക്ഷിണത്തിന് സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഡൽഹി പോലീസ് അനുമതി നിഷേധിച്ചു. ഇങ്ങനെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് പള്ളിയങ്കണത്തിൽ വിശ്വാസികൾ കുരുത്തോല പ്രദക്ഷിണം നടത്തുകയാണ് ഉണ്ടായത്. വളരെ നേരത്തെ തന്നെ പ്രദക്ഷിണത്തിന് അനുമതി തേടിയിരുന്നതാണെന്ന് വികാരി ഫാദർ ഫ്രാൻസിസ് സോമരാജ് പറഞ്ഞു. സുരക്ഷാ കാരണങ്ങളാൽ അനുമതി നൽകാനാവില്ല എന്നാണ് പോലീസ് പറഞ്ഞതത്രേ. ലോക ചരിത്രത്തിൽ ഇന്നുവരെ ക്രിസ്ത്യാനികൾ ഓശാന ഞായറാഴ്ച കുരുത്തോല പ്രദക്ഷിണം നടത്തുന്നതിൽ യാതൊരു അക്രമ സംഭവങ്ങളും ഉണ്ടായിട്ടില്ല. ശാന്തിയുടെയും സമാധാനത്തിന്റെയും പെരുന്നാളായ ഓശാന ഞായറാഴ്ച ക്രിസ്ത്യാനികൾ വളരെ ശാന്തമായി സമാധാനപരമായി ആണ് കുരുത്തോല പ്രദക്ഷിണം നടത്തുന്നത്. അതിന് മോദിയുടെ നോൺ ബയോളജിക്കൽ ഇന്ത്യയിൽ സുരക്ഷാ കാരണത്താൽ അനുമതി നൽകാനാവില്ല എങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ ഏത് തരത്തിലാണ് എത്തിയിരിക്കുന്നത് എന്ന് ഓർത്തു നോക്കണം. കേരളത്തിൽ നിന്നും ആളുകളൊന്നും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കേന്ദ്രമന്ത്രിയുണ്ട്. അയാളുടെ പേര് ജോർജ് കുര്യൻ എന്നാണ്. ജോർജ് കുര്യൻ എന്ന ക്രിസ്ത്യാനി നാമധേയം ഉള്ള ഇയാൾ യഥാർത്ഥത്തിൽ ഒരു പൂർണ്ണ സംഖ്യയാണ് എന്നുള്ളതാണ് വസ്തുത. അതിനാൽ തന്നെ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിക്കാൻ അയാൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. സാമാന്യമായി ആരാണെങ്കിലും പറയേണ്ടത് ഇത് വളരെ ദൗർഭാഗ്യകരമായി പോയി, വളരെ സമാധാനത്തോടെയും ശാന്തിയോടെയുമാണ് ക്രിസ്ത്യാനികൾ കുരുത്തോല പെരുന്നാൾ ആചരിക്കുന്നത്, അതിന് അനുമതി കൊടുക്കേണ്ടതായിരുന്നു എന്നൊക്കെയായിരുന്നു. എന്നാൽ സംഘി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഇതിനെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞത് സുരക്ഷാ കാരണങ്ങളാൽ ആണ് ഇതിന് അനുമതി നിഷേധിച്ചത് എന്നാണ്. കഴിഞ്ഞ 11-ാം തീയതി മുതൽ ഡൽഹിയിൽ അത്തരം ഘോഷയാത്രകൾ ഒന്നും നടക്കുന്നില്ല അത്രേ. അതായത് ഓശാന ഞായറാഴ്ചയ്ക്ക് കൃത്യം 2 ദിവസം മുൻപ് മുതൽ ഡൽഹിയിൽ ഒരു ഘോഷയാത്രകളും നടക്കുന്നില്ല എന്ന്. ഒരു ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഏതൊരു മതവിഭാഗത്തിനും അവരുടെ ആഘോഷങ്ങളും ആചാരങ്ങളും സമാധാനപരമായി നടത്താനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അത് ഹൈന്ദവരായാലും ക്രൈസ്തവരായാലും മുസ്ലിങ്ങളായാലും സിഖുകാരായാലും മറ്റ് ഏത് മതവിഭാഗക്കാർ ആയാലും അങ്ങനെയുള്ള രാജ്യത്തെയാണ് ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത്. പക്ഷേ മോദിയുടെ നോൺ ബയോളജിക്കൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും മാത്രമല്ല ലോകം മുഴുവനും അറിയാവുന്ന പരസ്യമായ രഹസ്യമാണ്. ഈ കഴിഞ്ഞ ഡൽഹി നിയമസഭാ ഇലക്ഷനിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിയിലൂടെ BJP അധികാരത്തിൽ എത്തിയതോടുകൂടി ഡൽഹിയിലും എല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഇതിന്റെ സത്ഫലങ്ങൾ ഡൽഹിയിലെ എല്ലാ ജനങ്ങളും ദിനം പ്രതി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിലെ ഫീസുകൾ കുത്തനെയാണ് BJP അധികാരത്തിൽ എത്തിയ ശേഷം വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ നിരന്തരമായ പവർ കട്ടുകളാണ് മോദിക്കൂട്ടങ്ങൾ ഡൽഹി നിയമസഭയിൽ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഡൽഹിയിൽ ഉണ്ടാവുന്നത്. ഒരുമാതിരി നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഇന്ത്യയുടെ തലസ്ഥാനമാണ് ഒറ്റ മാസം കൊണ്ട് മാറി മറിഞ്ഞിരിക്കുന്നത്. ഈ കുരുത്തോല പ്രദക്ഷിണത്തിന് അനുമതി നിഷേധിച്ചത് മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം ആണ് എന്ന് പറഞ്ഞ് ശക്തമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജനാധിപത്യ വിരുദ്ധവും മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റവുമാണ് ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇതിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തി. ഇത് ഒരു ബഹുസ്വര സമൂഹത്തിന് ചേർന്നതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും മുസ്ലിങ്ങളെ ഒതുക്കാൻ വേണ്ടി വഖഫ് ബിൽ കൊണ്ടുവന്ന സംഘികളെ പിന്തുണച്ച ക്രിസ്സംഘികൾക്കും അച്ഛന്മാർക്കും മെത്രാന്മാർക്കും ഇത്തരം നടപടികളിലൂടെ ദിനം പ്രതിയാണ് മോദിയും കൂട്ടരും നന്ദി അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്സംഘികളെ ആഹ്ലാദിപ്പിൻ, അർമാദിപ്പിൻ.